ഇപ്പോഴും നെഗറ്റീവ്. രാഹുൽ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഈ മാസം ആയില്ലെങ്കിൽ അടുത്ത മാസം ആകും. ട്രീറ്റ്മെൻറ്റ് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? രാഹുൽ, ഓരോരുത്തർക്ക് 10-12 വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടികളുണ്ടാവുന്നേ. നമ്മളിപ്പം ഇതിപ്പം 4 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഓ, അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ 10-12 വർഷം കാത്തിരിക്കണം അല്ലേ? വെറുതെ അല്ല, നീ മച്ചയായി പോയേ. രാഹുൽ, എല്ലാവരും വിളിക്കുന്നവരെ ഇനി രാഹുലും കൂടി വിളിക്കണേ. സോറി, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. രാഹുലിന് എന്താ തോന്നുന്നത്? എനിക്കെന്താ വിഷമമില്ലേ? എൻ്റെ കാര്യം എന്താ ആരും മനസ്സിലാക്കാത്ത? പുറത്തു പോകുമ്പോൾ പോലും ആളുകൾക്ക് ചോദിക്കാൻ ഇതേ ഉള്ളൂ. ഇതിപ്പോൾ അവർക്ക് ആവശ്യം നിനക്കാണ്. നല്ലൊരു ഡോക്ടറുടെ ആണെങ്കിൽ കല്യാണത്തിന് വർഷമില്ല. അതെ, നമ്മുടെ നാട്ടിലൊരു അമ്പലമുണ്ട്. അവിടെ പോയി തൊട്ടിൽ കെട്ടിയ കുഞ്ഞുങ്ങളുണ്ടാവും, ഉറപ്പാ. നീ ഇങ്ങനെ ചെറിയ കാര്യത്തിന് ടെൻഷൻ ഒന്നും ആവണ്ട. എടാ, ഓവുലേഷൻ ടൈമിൽ കോണ്ടാക്ട് ഉണ്ടായാൽ മതി. സംഭവം ഓക്കെയാണ്. ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതല്ലേ. ഞങ്ങളുടെ നാട്ടിലെ ധ്യാനകേന്ദ്രമുണ്ട്. കുട്ടികളില്ലാതെ എത്ര പേർക്കാ കുട്ടികളുണ്ടായിട്ടുള്ളതെന്നറിയോ? ആയുർവേദത്തിൽ നിൽക്കുന്ന ട്രൈ സിദ്ധവൈദ്യം അതാണ് ബെസ്റ്റ്. നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. രാഹുൽ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ കിട്ടും. മടുത്തു. അല്ല, നീ എന്താ രാവിലെ കുളിച്ച് തുണിയൊക്കെ ആയിട്ട്? അത് അമ്മ, എനിക്ക് ഓ, അപ്പൊ ഈ മാസം പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല അല്ലേ? ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. ഞാൻ നിന്നോട് 1000 തവണ പറഞ്ഞു ഏതെങ്കിലും അമ്പലത്തിൽ പോയി നേർച്ച നടത്താന്ന്. അപ്പൊ അത് പറഞ്ഞപ്പോ നിനക്ക് പുല്ലുവില. അമ്മേ, നേർച്ച നടത്തുന്നതൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. അല്ലേലും ഈ നേർച്ച നടത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുമോ? നിന്റെ ഈ ദൈവവിചാരം ഇല്ലായ്മ കൊണ്ട് തന്നെയാ ഒരമ്മയാവാനുള്ള ഭാഗ്യം പോലും ദൈവം നിനക്ക് കനിഞ്ഞു നൽകാത്തത്. അമ്മേ, ഇങ്ങനെ എന്നെ കുത്തി നോവിക്കല്ലേ. ഓ, അവളുടെ ഒരു പൂങ്കണ്ണീര്. അമ്മ, ഞാൻ പോവാട്ടോ. അവിടെ നിന്നേ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഇനി എത്ര നാളിങ്ങനെ പോകുന്ന? അമ്മ എന്താ ഉദ്ദേശിച്ചേ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് മനസ്സിലാവാനാ? നീ ഒരുത്തി കെട്ടി എഴുന്നള്ളിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇപ്പൊ വർഷം 4 ആവാനായി. ഇതുവരെ അവൾക്കൊരു അമ്മയാവാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അതമ്മേ, ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ കഴിയുമ്പോൾ എല്ലാം ശരിയാവും. നീ എന്തിനാ രാവിലെ തന്നെ അവനെ കിടന്ന് ചാടുന്നത്? എങ്ങനെ ചാടാതിരിക്കും? ഇതിനൊരു അവസാനം വേണ്ടേ? അവർ ഹോസ്പിറ്റലിൽ പോയിട്ടിരിക്കല്ലേ, എല്ലാം ശരിയാവും. കല്യാണം കഴിഞ്ഞിട്ട് നാളെ കുറേയായി. മാസം മുറ കൃത്യമായിട്ട് വരുന്നുണ്ടെന്നല്ലാതെ വേറൊരു കാര്യമില്ല. ഈ കുഞ്ഞിനെ കണ്ടിട്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യമൊക്കെ നീ എനിക്ക് ഉണ്ടാകോ എന്തോ. അമ്മ കരയാതമ്മേ. അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിൽ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓ, പിന്നെ എന്ത് സങ്കടം. ഞാൻ എത്ര കാലമായി അവളോടൊന്ന് പറയണു ഏതെങ്കിലും അമ്പലത്തിൽ പോയി നേർച്ച നടത്താൻ. അത് പറഞ്ഞപ്പോ അവർക്ക് അതിനൊന്നൊരു വിശ്വാസം ഇല്ല പോലും. അവർക്ക് വിശ്വാസത്തിൽ നീ അതിനെ നിർബന്ധിക്കുന്നത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. അമ്മേ പ്ലീസ്, ആവശ്യത്തിലധികം മാനസിക ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതിനോട് അമ്മയും കൂടെ എങ്ങനെ തുടങ്ങിയാലോ? എനിക്ക് ഈ വായന അടച്ചു വെച്ചിരുന്നൂടെ ബാക്കിയൊരു മനസ്സമാനം കാണാൻ വേണ്ടിയിട്ട്. അച്ഛാ, ചായ. എന്താ മോള് വിഷമം പോലെ? ഒന്നുമില്ല അച്ഛാ. അവള് പറഞ്ഞു കേട്ട് മോള് വിഷമിക്കണ്ട. അവളങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ മോളെ. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകിയാണെങ്കിലും നമുക്കത് കിട്ടിയിരിക്കും. മോള് സമാധാനിക്കേ. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇപ്പൊ കഴിയും അമ്മേ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്കിതിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പോൾ വർഷം 4 ആയില്ലേ? ഇതുവരെ നിനക്ക് എൻ്റെ മോനൊരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതമ്മേ, ട്രീറ്റ്മെൻറ്റ് മതി. നീ ആ വാക്കിവിടെ മിണ്ടരുത്. ട്രീറ്റ്മെൻറ്റ് പേരും പറഞ്ഞ് കുറെ കാശ് ചിലവാക്കിയാലേ വേറൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത്? ചിലർക്ക് പ്രയോജനം നേരത്തെ കിട്ടും,
ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. നിന്റെ കാര്യത്തിലേ ഇനി ഞങ്ങൾക്ക് ആ പ്രതീക്ഷയില്ല. ഇത്രയും കാലം ഉണ്ടാവാത്തതേ ഇനിയൊട്ടും ഉണ്ടാവാനും പോണില്ല. അമ്മ അങ്ങനെ സംസാരിക്കരുത് അമ്മ. അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നിന്റെ അനിയത്തിക്ക് വരെ കുഞ്ഞായി, എന്നിട്ട് നിനക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ. എന്തായാലും ഇപ്പം നിനക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല കാര്യമുണ്ട്. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോകണം. അവന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം. അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ ഒരു തലവിന് നോക്കണേ ദൈവമേ. രാവിലെ തുടങ്ങിയല്ലോ, അടുക്കള വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ കാണില്ല അവൻ്റെ സങ്കടം. ആകെ ഒന്നേ ഉള്ളൂ, അവനാണ് ഈ അവസ്ഥ വന്നല്ലോ ദൈവമേ. ഇതിനൊക്കെ ഒരു സമയമുണ്ട്, അതിന് ദൈവം കൂടി കനിയണം. അവർക്ക് സമയമായിട്ടില്ല, അത്രേ ഉള്ളൂ. എന്ത് സമയം? അവക്കേ എന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ ദൈവം കനിയായിട്ടൊന്നുമല്ല. നീ കാര്യറിയാതെ കൊച്ചിനൊന്നും പറയാതെ. കുഴപ്പം അവൾക്കാണോ അത് നമ്മുടെ മോനാന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മോന് എന്ത് കുഴപ്പമുണ്ടാവാനാ? ഇനി എൻ്റെ മരുമോട് മച്ചാണെന്ന് നാട്ടുകാർ പറഞ്ഞ് കേൾക്കേണ്ടി വരുമല്ലോ എൻ്റെ ദൈവമേ. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ ഞാൻ ക്ഷമിക്കുന്നു. അല്ലെങ്കിലും നിങ്ങൾക്കേ നമ്മളെ മോനേക്കാൾ ഇഷ്ടം അവളോടാണല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ അവളെ സൈഡല്ലേ പറയുള്ളൂ. ആ ഹലോ, ആ പറയാമേ. ആ ആണോ? ഓ സന്തോഷമാണല്ലോ. ഓക്കെ ഓക്കെ ആ എന്തായാലും വളരെ സന്തോഷമായി കേട്ടോ. ഞാൻ എല്ലാവരോടും പറയാം. അതെ, മാമൻ്റെ മോക്ക് വിശേഷമാണെന്ന്. 2 മാസമായി. 5 മാസമായതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അല്ല, ഈ മാസമെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു വിശേഷം കേൾക്കാൻ പറ്റുമോ? എന്താടി അവൻ എഴുന്നേറ്റ് പോയേ? അതമ്മേ, ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെഗറ്റീവാ. മോശം പിടിച്ചവള്. ഇവിടെ എന്ന് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ 1 മുതൽ കേൾക്കാൻ നടക്കുന്ന ഈ നെഗറ്റീവ്. സത്യം, ഇനി എന്ത് എന്റെ മോനെ കൊച്ചിനെ കിട്ടുമോ? ഷിബായിട്ടോട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താൻ റെഡിയായില്ലേ? ഞാനില്ല, നിങ്ങൾ പോയിട്ടോ. എന്താ വരാത്തെ? രാഹുലിന് അറിയാലോ, അവിടെ ചെന്ന ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. എനിക്ക് വയ്യ. എടോ, ആളുകളുടെ വാ മൂടിക്കരാൻ നമുക്ക് പറ്റുമോ? താൻ എത്ര നാൾ ആൾക്കാരെ പേടിച്ച് എൻ്റെ അകത്തിരിക്കും? നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നത് വരെ. താൻ എന്തായാലും കല്യാണത്തിന് വന്നേ പറ്റൂ. രാഹുൽ, ഞാൻ പറയുന്നു. ചെല്ല് 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 ചെല്ല്. മതിയായി, ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കണം നിന്റെ ഇവിടുത്തെ പൊറുതി. എന്ത് ഭ്രാന്താ മാലതി പറവേ? അമ്മ ആളുകൾ പറയുന്നിട്ട് എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആരെങ്കിലും ചുമ്മാ പറയുന്നതാടാ, ഉള്ളതല്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ സഹിച്ചാ പോരെ. ഇനി അത് സഹിക്കാൻ പറ്റില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശിവളെ പോലൊരു മച്ചിയെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കോണു ഈ വീട്ടിൽ നിന്ന്. നിങ്ങൾക്ക് എന്താ കണ്ടോണ്ടിരിക്കുക മനുഷ്യ? വരുന്നുണ്ടോ? താൻ എവിടേക്കും പോകുന്നില്ല. ഓ, ഞാൻ സമ്മതിക്കത്തില്ല. അമ്മ പറയുന്നതിന് കാര്യമില്ലേ? രാഹുല് വേറൊരു കല്യാണം കഴിക്കണം. അതിന് ഞാനിവിടുന്ന് പോയേ മതിയോ? താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്നെ ഒറ്റയ്ക്കായിട്ട് തനിക്ക് പോകാൻ പറ്റുമോ? അതൊന്നും എനിക്കറിയില്ല. അമ്മയുടെ ആഗ്രഹം പോലെ രാഹുല് വേറൊരു കല്യാണം കഴിക്കണം, കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കണം. അതിന് ഞാനിവിടെ നിന്ന് പോയല്ലേ മതിയാവുള്ളൂ. ഞാൻ കാരണം രാഹുലിന് നല്ലൊരു കുടുംബജീവിതം ഇല്ലാണ്ടാവരുത്. താനില്ലാതെ എനിക്കങ്ങനെ നല്ലൊരു കുടുംബജീവിതം വേണ്ടടോ. വേണ്ടതാവും. എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അമ്മയുടെ കുത്തുവാക്കൾ കേൾക്കേണ്ടി വരില്ലേ? എനിക്കിനി വയ്യ. താൻ ഈ ഒരു പ്രാവശ്യം കൂടി എനിക്ക് വേണ്ടി ക്ഷമിക്കാം. നമുക്ക് നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇല്ല രാഹു, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഈ വീട്ടിലെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്താ ഉപകാരം? അമ്മയുടെ ഭാഗത്ത് തന്നെ അങ്ങനെ ഉണ്ടാവും, ഞാൻ നോക്കിയോളാം. അതൊന്നും ശരിയാവില്ല രാഹു. ഫീസ്
ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിയോളാം. താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. വാ. ആഹാ, എന്താ ലേറ്റായേ? ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? നമുക്ക് ഒരുമിച്ച് പോവായിരുന്നല്ലോ. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിന്നെ തിരക്കുകയും ചെയ്തു. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അതാരെങ്കിലും ചോദിച്ചാൽ പിന്നെ നിനക്കൊരു വിഷമാവുമല്ലോ. അതുകൊണ്ട് പിന്നെ വിളിക്കായിരുന്നു. പോട്ടെ, സാരില്ല. പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എൻ്റെ ഫ്രണ്ട്സ് അവരുടെ മക്കളൊക്കെ ആയിട്ട് വന്നേ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മളിനി എന്നാ അങ്ങനെയൊക്കെ. നോക്ക്, സന്തോഷായില്ലേ?